UDF ആണോ LDF ആണോ ഈ തവണ നമ്മുടെ ഇലക്ഷന് ജയിക്കാൻ പോകുന്നത്? അതാണ് നമ്മുടെ അടുത്ത ചോദ്യം. നിങ്ങളെ സംബന്ധിച്ച് ഇവരിൽ ആരായിരിക്കും ഈ തവണത്തെ കേരള ഇലക്ഷന് ജയിക്കാൻ പോകുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇവരിൽ UDF വന്നാൽ നല്ലതായിരിക്കുമോ LDF വന്നാൽ നല്ലതായിരിക്കുമോ എന്നുള്ളതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ തവണ ഇലക്ഷൻ റിസൾട്ട് വരാൻ പോവാണ്. UDF ആയിരിക്കും LDF ആയിരിക്കോ അധികാരത്തിൽ വരാം? തീർച്ചയായും UDF ആണ് അധികാരത്തിൽ. എന്താണ് പറയാൻ കാരണം? ഒന്നാമതായിട്ട് ഭരണവിരുദ്ധത, അത് ശരിക്കും നല്ല രീതിയിൽ. ഇപ്പൊ ഒരുപാട് തുടർഭരണം ഉണ്ടാവുന്നതൊക്കെ ഒരുപാട് പേര് പ്രഖ്യാപിക്കുന്നുണ്ട്. വെറുതെ പറയുന്ന ഒരു കാര്യമില്ല. എങ്ങാനും തുടർഭരണം വന്നാൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ? കട്ടപ്പുകയായിരിക്കും. ഓക്കെ, താങ്ക് യു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? പ്രവർത്തനങ്ങൾക്കൊക്കെ കുറച്ച് പോരായ്മ പിണറായിയുടെ ഭാഗത്തുനിന്ന്, പാർട്ടിയുടെ ഭാഗത്തുനിന്നല്ല, പിണറായിയുടെ ഭാഗത്തുനിന്ന് കുറച്ചുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മറ്റു ചില ആളുകൾക്ക് സ്വതമേ ആളുകൾക്ക് സ്വല്പം ഇഷ്ടക്കുറവുണ്ടായിട്ടുണ്ട് പിണറായിയോട്. അതുകൊണ്ട് നേരെ തിരിഞ്ഞ് UDF വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും തോന്നുന്നുണ്ടോ? എന്ന് തോന്നുന്നില്ല. ഇരുവശം പോലെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പിന്നെന്താ ഒരു മെച്ചമുള്ളത്, BJP കയറി കഴിഞ്ഞാൽ BJP അതിന്റെ കൂടെ കൂടുമ്പോൾ കുറച്ച് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി കുറച്ച് നല്ല രീതിയിലാവാം. UDF ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അവരാണല്ലോ ഇപ്പൊ മുന്നിട്ട് നിൽക്കണത്. അപ്പൊ അതിന്റെ പേരിൽ അവര് ജയിക്കുമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഇപ്പൊ കുറെ പേര് തുടർഭരണം വരും എന്ന് പറയണ്ടേ? തുടർഭരണം വന്നു കഴിഞ്ഞാൽ കേരളത്തിന് നല്ലതായിരിക്കുമോ? നല്ലതായിരിക്കാന്ന് തോന്നുന്നു. അതായത് ഇനിയും LDF ഭരിക്കാൻ വന്നെങ്കിൽ നല്ലതായിരിക്കുമോ? അതെനിക്ക് അറിയാൻ പറ്റില്ല. എന്നാലും UDF വന്നെങ്കിൽ നല്ലതായിരിക്കും. ഈ പ്രാവശ്യം ചാൻസ് UDF-നാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? അല്ലെ, ഭരണമാറ്റം വരണല്ലോ. അതാണ് നമ്മുടെ ഒരു കേരളത്തിന്റെ രാഷ്ട്രീയം അങ്ങനെയാണല്ലോ. തുടർ ഭരണമാണ്, പല പോരായ്മകളുണ്ടാകും. ചില പരിഹരിക്കാൻ UDF സാധിക്കുമെന്ന് വിചാരിച്ച് ഈ പ്രാവശ്യം ആളുകൾ വോട്ട് ചെയ്യും. UDF വെച്ച് എന്തായാലും കേരളത്തിലെ വികസനങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ വരും തോന്നുന്നുണ്ടോ? മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഹോപ്പാണല്ലോ. അപ്പൊ ഈ തുടർഭരണം വന്നു കഴിഞ്ഞാൽ കേരളത്തിന് നല്ലതായിരിക്കും ചീത്തയായിരിക്കും ബ്രോഡ് നിഗമനം വെച്ചിട്ട്? എന്റെ ആര് ഭരിച്ചാലും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നല്ലത് ചെയ്യുക. ഓക്കെ, ജയിക്കാൻ പോണത് ഈ പിന്നെ നമ്മുടെ ഈ വയസ്സന്മാരെ ഇത് മേടിച്ചേക്കണോണ്ട് പിന്നെ 20,000 രൂപ കിട്ടണവര് ചെയ്താൽ തന്നെ ജയിക്കും ഈ പുള്ളി എന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കും എന്നാണ് എൻ്റെ അറിവ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചെങ്കിൽ നമ്മുടെ കേരളത്തിന് ഇനി നല്ലതായിരിക്കണം. ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇവര് അവരെ കുറ്റം പറയാനുമില്ല, ഇവരെ കുറ്റം പറയാനുമില്ല. അതിൽ നമുക്കൊന്നും പറയാനില്ല. ഇതാണ് പറയാനുള്ള കാര്യം. ആര് കയറിയാലും ഓരോരുത്തരുടെ സുരക്ഷ. അപ്പം പിന്നെ ഇപ്പം ഇവിടെ എത്രയോ രൂപ മുടങ്ങിക്കിടന്ന് പെൻഷൻ. പക്ഷെ ഇവിടെ അതില്ലല്ലോ. ഇത് ഞങ്ങൾക്കത് കിട്ടിയില്ലേ. ഇന്ന് ഞാനും ഒക്കെ ജീവിക്കണം. അതുകൊണ്ടാണ് ദൈവമേ ഇതിലൊക്കെ വരുമോ? വികസനങ്ങൾ ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഇനി തുടർഭരണം ഉണ്ടായി കഴിഞ്ഞാൽ വികസനം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അവരിനി വീണ്ടും കയറിയാണെങ്കിൽ വികസനം ഉണ്ടാവുമെന്ന് തോന്നുന്നു. അതിനെ പറ്റിയിട്ടുള്ള വലിയ അറിവൊന്നും എനിക്കില്ല. എനിക്ക് ഈ 2,000 രൂപ മേടിക്കണത് വളരെ ഒരു നല്ല കാര്യം. അതിനെക്കുറിച്ചാണ് എനിക്ക് ആവുന്നതേ ഉള്ളൂ. അത് തന്നെ അവർ തന്നെ കയറിയാൽ ഞങ്ങൾക്കിത് കിട്ടുമല്ലോ, ഞങ്ങൾക്കത് ജീവിക്കാൻ സാധിക്കുമല്ലോ എന്നുള്ളൊരു തോന്നലും അതൊരു സത്യമല്ലേ? UDF ആണ്. എന്തുകൊണ്ടാണ് UDF എന്ന് പറയാൻ കാരണം? നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു ഭരണമാറ്റങ്ങളൊന്നും വന്നു. അവര് വെച്ച് UDF-നാണ് മുൻതൂക്കം എന്നാണ് എൻ്റെ ഒരു. UDF വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും നമ്മുടെ കേരളത്തിന്. തൽക്കാലം അവര് നോക്കട്ടെ. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പം എന്നാലും ബാധ്യതകളാണല്ലോ എല്ലാം, കണക്റ്റഡാണല്ലോ എല്ലാം. ഒരാളുടെ അടുത്ത ആളെ കണക്ട് ചെയ്ത് വരുമ്പോൾ അത് ചെറിയൊരു വരും. ഏകദേശം എത്ര സീറ്റ് പിടിക്കുന്നതാണ് തോന്നുന്നത്? ഇപ്പൊ VD സതീശൻ പറഞ്ഞ 100 സീറ്റ് പിടിക്കുന്നൊക്കെ പറയണം. പിടിക്കില്ല, അത്രയൊന്നും പിടിക്കില്ല. എന്നാലും ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു അനുഭവിയായിട്ട് പറഞ്ഞല്ല, കോമൺ ആയിട്ട് പറഞ്ഞാണ്. എന്നാലും ഏകദേശം ആവറേജ് ഒരു നിസാര ഭൂരിപക്ഷമൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് ഓവർ ഒന്നുമില്ല. ഉണ്ടാവില്ല. നല്ലൊരു സംഖ്യ പറയുകയാണെങ്കിൽ എത്ര പറയും? 80? അത്രയൊന്നും പറയില്ല, അതിൽ താഴെ. LDF ആയിരിക്കും UDF ആയിരിക്കും ജയിക്കാം? UDF വന്നെങ്കിൽ നല്ലതായിരിക്കും കേരളത്തിന്. കുറെ പേര് തുടർഭരണം ഉണ്ടാവും എന്ന് പറയണ്ട, ശരിയാ? എങ്ങനെ UDF വന്നെങ്കിൽ എന്തായാലും നന്നായിരിക്കും. മാറ്റം ഉണ്ടാവും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ? മാറ്റം ഉണ്ടാവൂല. UDF വന്നാലും നല്ലൊരു മാറ്റം ഉണ്ടാവൂല. അത് നേരത്തെ പറയും, പക്ഷെ ഒന്നും ചെയ്യില്ല അവര്.
ഇലക്ഷൻ കഴിഞ്ഞാൽ അവര് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ചെയ്താ ഈ ആമ്പിള്ളേര് ജോലി എടുക്കാൻ പലർക്കും കൊടുത്താ 10 കൊല്ലമായിട്ട് LDF അല്ലായിരുന്നു. UDF വന്നെങ്കിൽ മാറ്റുണ്ടാവോ? നോക്കാം. നേരം പറയാം. ജനങ്ങളുടെ പ്രതികരണം അനുസരിച്ച് UDF മുൻതൂക്കം വന്ന എക്സിറ്റ് പോളുകളെല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനോടൊപ്പം പോകാനാണ് എനിക്കും താല്പര്യം. ജനങ്ങളുടെ പ്രതികരണത്തിനനുസരിച്ച് ഭൂരിപക്ഷം ചാനലുകളും പറഞ്ഞിട്ടുള്ളത് വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം ഏത് കക്ഷി ഭരിച്ചാലും നമുക്ക് പ്രയോജനം കിട്ടണമെന്നുള്ളൊരു ആഗ്രഹമാണ്. പക്ഷേ ഇവിടെ വന്ന എക്സിറ്റ് പോളുകൾ അനുസരിച്ച് UDF മുൻതൂക്കം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. UDF വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മാറ്റം ഉണ്ടാവും തോന്നുന്നുണ്ടോ? മാറ്റം ഇതുവരെയുള്ള ഭരണ സംവിധാനങ്ങൾ തുടർന്നു പോകാനല്ലാതെ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാക്കാൻ ഒരു ദോശ തിരിച്ചിടുന്നതല്ലല്ലോ ജനാധിപത്യം. നമ്മുടെ എല്ലാ ഭരണങ്ങളും അതിന്റെ ഒരു തുടർച്ചയെന്നുള്ളതേ നടക്കത്തുള്ളൂ. ഏത് പ്രസ്ഥാനം വന്നാലും ഇതുവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ തുടർച്ചയെ മാത്രമേ ഇനി അങ്ങോട്ട് നടക്കത്തുള്ളൂ. അതിനൊരു പെട്ടെന്നൊരു മാറ്റം ഒരു വ്യതിയാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ കക്ഷി കൊണ്ട് സാധ്യമല്ല. നിലവിലുള്ള കക്ഷി ഭരണത്തിൽ വന്നാലും സാധ്യമല്ലത്. ഭരണം വന്നാലും ഒരു എന്ത് മാറ്റം ഇവിടെ വരേണ്ടതെന്ന് ആരും പറയുന്നില്ല. ഇതിന്റെ തുടർച്ച തന്നെ സാധിക്കത്തുള്ളൂ ഏതൊരു ഭരണ സംവിധാനത്തിലും. ഓക്കെ, താങ്ക് യു. എല്ലാവരും പറയുന്നത് UDF ജയിക്കാനുള്ള ചാൻസ് എന്നാണ്. അപ്പോൾ UDF ആയിരിക്കും. പിന്നെ ചില എക്സിറ്റ് പോളിൽ LDF എന്നും പറയുന്നുണ്ട്. സോ ഞാനും വെയിറ്റിംഗ് ആണ് ആര് ജയിക്കുന്ന അറിയാം. എന്നാലും താങ്കളുടെ ഒരു നിഗമനത്തിൽ ആരായിരിക്കും കൂടുതൽ സീറ്റ് പിടിക്കാൻ പോകുന്നത്? മേ ബി LDF ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം സ്റ്റിൽ പീപ്പിൾ പറയുന്നുണ്ട് മാറണമെന്ന്. പക്ഷെ എന്നാലും ആൾക്കാർ സ്റ്റിൽ തുടർഭരണം വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. തുടർഭരണം വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും നമ്മുടെ കേരളത്തിന്. ഇതുവരെ നോക്കുവാണെങ്കിൽ വീണ്ടും ഇതേപോലെ തന്നെ പോകാൻ ചാൻസ് ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. വലിയ മാറ്റമൊന്നും വരില്ല. കാരണം ചേഞ്ചസ് വരുമ്പോഴല്ലേ ഒരു ന്യൂ ആയ ഒരു ഫീല് വരുള്ളൂ. അപ്പം എന്തായാലും ഭരണം മാറണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇപ്പം ഏകദേശം ഒരു 6 ലക്ഷം കോടി കടമുണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട്. ആ കടം കൂടുമോ അതോ കുറയോ ഇനി തുടർഭരണം വന്നു കഴിഞ്ഞാൽ? അത് വരുന്ന ആൾക്കാരനുസരിച്ച്. ഐ മീൻ ഇനിയിപ്പോൾ വരുന്നത് സെയിം ലീഡേഴ്സാണോ, ആരാ ലീഡേഴ്സായി വരാം ഒന്നും അറിയില്ലല്ലോ. മിനിസ്റ്റേഴ്സ് ആരാന്നൊക്കെ അറിയില്ലല്ലോ. അത് വരുന്ന ആൾക്കാരനുസരിച്ചിരിക്കും. ആരാണെങ്കിലും പ്രോപ്പറായിട്ട് ഭരിച്ചതിന് അതിന് എഫക്റ്റ് കിട്ടും. ഡിപ്പെൻസ്. ചാൻസ് കൂടുതൽ LDF തന്നെയാണെന്ന് തോന്നുന്നു. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? കാരണം UDF ഈ പറയുന്ന പോലെ ഒരുപാട് അടി, പരസ്പരം ശത്രുതയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് UDF വോട്ട് ചെയ്യാൻ ചിലപ്പോൾ ആളുകൾക്ക് ഒരു മടിയുണ്ടാവും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മാറ്റം വരണം. UDF വന്നെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പൊ UDF സപ്പോസ് ജയിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും UDF അധികാരത്തിൽ വരണമെന്ന് ഞാൻ പറയുന്നത്. കാരണം ഉമ്മൻചാണ്ടി നല്ലൊരു നേതാവായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും എന്ന് തോന്നുന്ന ഒരു നേതാവ് UDF ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്ക് പറയാറില്ല എങ്ങനെയാണ് UDF വരണ്ടേന്നുള്ളത്. കാരണം നമ്മളൊരു പാർട്ടി വരുന്നത് ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവണം, അല്ലെങ്കിൽ വികസനം വരണം. വികസനങ്ങളിൽ ജനങ്ങൾക്ക് കുറച്ച് എന്തെങ്കിലും ചെയ്യുന്ന ആളുകൾ വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ UDF അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അപ്പോൾ LDF വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര നാളും കൊണ്ട് ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ്സും ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ LDF വന്നു കഴിഞ്ഞാൽ പക്ഷേ അതുകൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അവർ ഭരിച്ചപ്പോൾ? നിങ്ങളിപ്പോൾ പറയുന്നത് വികസനം ഉണ്ടായില്ല എന്നുള്ളത്. പക്ഷെ ജനങ്ങൾക്ക് ഗുണമല്ലേ ഉണ്ടായിട്ടുള്ളൂ, അല്ലേ? എനിക്കറിയില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. UDF തന്നെ ജയിക്കാനാണ് സാധ്യത കൂടുതൽ. UDF ജയിച്ചാൽ നല്ലതായിരിക്കും നമുക്ക് കേരളത്തിന്. അത് പറയാൻ പറ്റില്ലല്ലോ, ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ തുടർഭരണം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമ്മുടെ കേരളത്തിന്? അതും നോക്കേണ്ടതല്ലേ. പുതിയ ഭരണം എങ്ങനെയാണ്, ആൾക്കാരുമായിട്ട് എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യും. കഴിഞ്ഞൊരു 10 കൊല്ലമായിട്ട് നമുക്ക് ഓക്കെ ആയിരുന്നു ചേട്ടന്റെ ഒരു കാഴ്ചപ്പാടിൽ? മൊത്തത്തിൽ കുഴപ്പങ്ങളായിരുന്നു, നല്ലതല്ലായിരുന്നു. അപ്പൊ ഒരു വേറെ ഭരണമാറ്റം അനിവാര്യമല്ലേ? അനിവാര്യമാണ്, കൊള്ളാവുന്നതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നല്ല ഭരണമുണ്ട് പിണറായി, അതുകൊണ്ട് നല്ല ഭരണമായിരുന്നു. എത്ര സീറ്റ് പിടിക്കുന്ന ഏകദേശം നിങ്ങളുടെ ഒരു കണക്ക് വെച്ചിട്ട്? ഏകദേശം ഒരു കണക്ക് പറഞ്ഞു. 100-110 റേഞ്ച് കിട്ടുമെന്നാണ് പറഞ്ഞത് LDF. അതിപ്പോ സപ്പോസ് UDF ജയിച്ചെങ്കിൽ നല്ലതായിരിക്കുമോ? വേറൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? കാരണം ഞാനിപ്പോൾ LDF കാരനാണ്, അതുകൊണ്ട് നമുക്ക് LDF കാരനാണ് ആഗ്രഹം. LDF ജയിക്കാനുള്ള സാധ്യത. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അവരുടെ ഭരണം വലിയ കുഴപ്പമുണ്ട്, എല്ലാ ഇഷ്ടംപോലെ വികസനങ്ങളുണ്ട്, ജനങ്ങൾക്കാണെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പെൻഷനെല്ലാം മുടങ്ങാൻ കൊടുക്കുന്നുണ്ട്. മറ്റവർ വന്നാൽ തരാന്ന് പറയാൻ കൊടുക്കൂല.
അപ്പൊ അതിന് അഡ്വാൻസ് ആയിട്ട് അവർ പറഞ്ഞു വെച്ചേക്കാണ് ഗജനാവിൽ പൂച്ചാത്തിറക്കുന്നത് 1 മാസം മുമ്പേ പറഞ്ഞു വെച്ചേക്കാണ്. വന്നാൽ തന്നെ 1-2 മാസം കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഗജനാവ് കാലേക്ക് കടപ്പറ്റി വെച്ചാൽ പോയാൽ അവർ പറയും. അതാണ് സ്ഥിരം പല്ലവിയാണ്. അത് അതുകൊണ്ട് ഏകദേശം എത്ര വോട്ട് കിട്ടുമെന്നാണ് തോന്നുന്നത് LDF-ന്? LDF-ന് ഏകദേശം ഒരു 70-80 വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. 80 വോട്ട് കിട്ടേണ്ടതാണ്. ഓക്കെ, പക്ഷെ അവർ തന്നെ പറയണമെന്ന് ആഗ്രഹം. എല്ലാവർക്കും മിക്കവർക്കും അത് തന്നെ ആഗ്രഹം. ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും ഏകദേശം ആരായിരിക്കും ചേട്ടൻ്റെ നിഗമനത്തിൽ? കോൺഗ്രസ് ജയിക്കും. കോൺഗ്രസ് ജയിക്കും. കോൺഗ്രസ് ജയിച്ചെങ്കിൽ നമുക്ക് നല്ലതായിരിക്കുമോ? നല്ലതെന്ന് പ്രതീക്ഷിക്കാം. ഏകദേശം എത്ര വോട്ട് കിട്ടുമെന്നാണ് ചേട്ടൻ്റെ ഒരു നിഗമനം? എൻ്റെ കണക്കൂട്ടിലൊരു 80-ഉം 60 VD സതീശൻ 100 വോട്ട് കിട്ടുന്നതാണ് പറഞ്ഞത്. 100 ഭൂരിപക്ഷം കിട്ടുന്നതാണ് പറഞ്ഞത്. അത്ര അതെല്ലാവർക്കും പറയാവുന്നല്ലോ. പക്ഷെ എൻ്റെ കൽക്കഷൻ അതാണ്. ചാൻസസ് UDF. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഒരു ട്രെൻഡ് ഉണ്ട് ഇപ്പൊ. UDF വന്നെങ്കിൽ നമുക്ക് നല്ലതായിരിക്കുമോ? അത് പറയാൻ പറ്റില്ല. മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, വികസനങ്ങളൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ടോ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടില്? അല്ല, അത് ഭരിക്കുന്നവരുടെ ഇതുപോലെ ഇരിക്കും. ഏകദേശം എത്ര വോട്ടിൽ ജയിക്കുമെന്നാണ് തോന്നുന്നത്? ഇപ്പൊ VD സതീശൻ പറഞ്ഞ 100 വോട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്. അത്രയൊന്നും കിട്ടില്ല. അത്രയൊന്നും കിട്ടില്ല. എന്നാൽ ചേട്ടൻ്റെ ഒരു നിഗമനത്തിൽ എത്ര ആയിരിക്കും? ഒരു 60-40. ഓക്കെ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. LDF വന്നെങ്കിൽ നമുക്ക് നല്ലതായിരിക്കുമോ കേരളത്തിന്? വിചാരിക്കുന്നു.